ഒരു മക്കളെ അവര് സംസാരിക്കണ സൗണ്ട് ഒന്നും കേൾക്കാനല്ല. അവര് ജീവനോട് ഉണ്ടാ? എന്റെ അമ്മ ഈ ലോകത്ത് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ആരും മരിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. നിന്നോടാരെ പെപ്പർ സ്പ്രേ എടുത്ത് അടിക്കാൻ പറഞ്ഞേ? ഒന്ന് സമാധാനത്തിന്റെ പാതയിൽ സംസാരിച്ച് തീർക്കായിരുന്നു ഈ പ്രശ്നം. ആഹാ, ഇപ്പൊ അങ്ങനായോ? നീ കണ്ടതല്ലേ അമ്മാവനെ അവരെല്ലാരും കൂടി ഇടിക്കണത്? ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചതുകൊണ്ടാണ് അമ്മ ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ല ഇപ്പൊ കാണായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അടുത്ത പ്ലാൻ എന്താന്ന് നീ പറ. അയ്യോ, നീ അല്ല എന്താ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചു വരുന്നത്? നീ തന്നെ അങ്ങ് പറ പ്ലാൻ ഏതാന്ന്. ഞാൻ നല്ല പ്ലാനിൽ തന്നെ വന്നത്, പക്ഷെ നിന്റെ വയലൻസ് കാരണമുള്ള പ്ലാൻ മൊത്തം നശിപ്പിച്ചില്ലേ. പ്ലാൻ എ പോയ പ്ലാൻ ബി ഉണ്ടല്ലോ. എന്റെ കയ്യിൽ വേറെ പ്ലാൻ ഒന്നും ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും കൂടി ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാം. ഒരുമാതിരി മൊത്തം കുരുക്കിട്ടിട്ട് സംസാരിക്കണം നോക്ക്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ മര്യാദക്കിരി. പിന്നെ അമ്മ കണ്ടല്ലേ ഇവരോട് സംസാരിക്കുന്നത്? ഞാനാണ് സംസാരിച്ചത്. പ്രശ്നം ഉണ്ടാക്കിയത് ഇവളാണോ? ശരി, മര്യാദക്കിരി. അമ്മ തന്നെ പറ. പിന്നെ അവരെല്ലാവരോട് അമ്മാവനായിട്ട് അടിക്കുമ്പോ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണായിരുന്നോ? ശരി, സമ്മതിച്ചു. അയ്യോ എന്റെ പൊന്നു ടീന മോളെ, ഈ സമയത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ. ഞാൻ ഉറങ്ങിയതല്ല അങ്കിളെ, മെഡിറ്റേഷൻ ചെയ്തതാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേ നല്ല ഐഡിയാസ് കിട്ടാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ അല്ലാതെ. എന്നിട്ട് വല്ല ഐഡിയ കിട്ടിയാ? കിട്ടില്ല. നന്നായിരിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുവാ? നമുക്ക് തൽക്കാലം പോലീസ് കീഴടങ്ങാം. എന്നിട്ട് പെങ്ങളെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോവാ. എന്റെ പൊന്നമ്മാവാ, അങ്ങോട്ടേക്ക് ഞാൻ ഇനി ഇല്ല, പ്ലീസ്. നമ്മൾ ഇത്രയും അഹങ്കാരം കാണിച്ച സ്ഥിതിക്ക് മുതലാളി നമ്മളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് തോന്നണുണ്ടാ? എന്ന് ഞാനൊരു ഐഡിയ പറയട്ടെ. എന്നാ അതാദ്യം പറയട്ടെ. ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ? ഓ, മുതലാളി അപ്പൂപ്പന്റെ കാലത്തുള്ള വീടല്ലേ? എന്റെ പൊന്നങ്കിളെ അതല്ല, ഇതൊരു ഓടിട്ട വീടാണ്. നമ്മൾ ഓട് പൊളിക്കുന്നു, നമ്മൾ ചാടുന്നു. ഇത്ര നേരം കൊണ്ടിരുന്ന് ആലോചിച്ചോണ്ടിരുന്നത് ആണോ? എടി എന്താ ഇത്, നല്ല ഐഡിയ അല്ല അങ്കിളെ? പിന്നെ നല്ല ബെസ്റ്റ് ഐഡിയ. ഇത് എന്തോന്ന് ഐഡിയ അടി? ഇവിടെ നമ്മൾ എങ്ങനെ മണ്ടേ കയറും? ഇപ്പൊ കേറിയാൽ തന്നെ എങ്ങനെ താഴത്തേക്ക് ഇറങ്ങും? നമ്മള് കേറണം, ചാടണം. ചാടണോ? എന്നിട്ട് വേണം കയ്യും കാലും ഒടിഞ്ഞിരിക്കാൻ. എന്റെ പൊന്നു മോളെ, കുറച്ച് റിസ്ക് എടുത്താലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഒന്ന് പോയടി. അവരെ നീ പണ ഐഡിയ. എന്നാ പിന്നെ എല്ലാരും നിർത്തി. ഞാൻ പറഞ്ഞ പോലെ ചെയ്തത്. നമുക്ക് വെളിയിറങ്ങാം. വെളിയിലോട്ട് പോവാന്ന്. അപ്പൊ അവരാരെങ്കിലും കണ്ടാലാ? അവര് കണ്ട അങ്ങളെ അവര് നമ്മള് വല്ലതും ചെയ്താലോ? ചെയ്താ വാങ്ങിച്ചോളണം. ചെയ്താലാന്ന് എത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് വാങ്ങോട്ടെ. എടുക്കട്ടെ. പിന്നെ അല്ലാതെ നോക്കിയിറങ്ങി. അയ്യോ അയ്യോ, മോലാളിക്ക് എന്ത് പറ്റിയ? മോലാളി മക്കളെ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട. മോലാളി അയ്യോ അയ്യോ അയ്യോ, ജീവണ്ട്. എന്ത് പറ്റിയ മോലാളി? ദൈവം, ഇതിനും കൂടെ ഇനി നമ്മള് കേസ് പറയേണ്ടി വരുമോ? മോലാളി അയ്യോ അലക്കോട്ട്. മോലാളി എന്തൊരു പറ്റിയത്? നിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലോടാ. മറ്റവന്മാരോടാ മോലാളി. അവന്മാരെ കണ്ടില്ല നമ്മള് ഇറങ്ങി വരുമ്പോഴേ മോലാളി ബോധം കെട്ട് കിടക്കണ്. മോലാളി ബോധം കെട്ട് കിടക്കായിരുന്നു. നിങ്ങൾ എന്തേലും ഒരു സാധനം മാറ്റി അടിച്ചില്ലേ? അത് അടിച്ചപ്പോ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഞാനും അവരെ പറക്കുന്നു ഓടി എന്തേലും. എനിക്ക് അവന്മാർക്ക് ഒപ്പം ഓടാൻ പറ്റുമോ? ഞാൻ വന്ന് വിരുന്ന് തല എവിടെ അടിച്ച് എനിക്ക് ഓർമ്മയില്ലടാ. ഓ അയ്യോ മോലാളി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനും എന്റെ പിള്ളേരും ഉണ്ട് കേട്ടാ. നമ്മളിവിടെ ഉണ്ട് മോലാളി. മോളെ നീ പോയി മോലാളി കുറച്ച് കഞ്ഞി ഉണ്ടായിക്കോട്ടോ. മോലാളി ഒന്നും കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കോളാം കേട്ടാ. മോലാളി കിടക്കാൻ വേണ്ടി റൂം ശരിയാക്കി പോയി. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ മോലാളി? ഇവിടെ ഒരു വേദന ആണാ? നമുക്ക് ആശുപത്രി പോണോ? ആശുപത്രി നോക്കിട്ട് പയ്യ പോവാ. പിടിക്ക് മോളെ, കൊണ്ട് കിടത്തണ്ടേ മോലാളിയെ? മോലാളി പറഞ്ഞോ. ചെരിപ്പ് ഏതായാലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എന്റെയും. നിനക്കെന്തോന്ന് ഔദ്യോഗിക ജീവിതം? സാറേ, ഞാൻ ഒരു പ്രൊഫഷണൽ കള്ളനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കണത്, അറിയാവോ? നല്ല വേന ഉണ്ടടേ? ഏയ്, നല്ല സുഖമുള്ള ഒരു എരിച്ചില്. സാറിനാ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല, എന്നാലും നല്ല എരിച്ചിലുണ്ട്. എന്തായാലും സാറിന് ഉന്നം പിടിക്കാൻ ഒരു കണ്ണടക്കേണ്ട ആവശ്യമില്ല. ആന്തരേ? ഒറ്റ കണ്ണല്ലേ ഉള്ളൂ. അപ്പം ഇനി അത് ശരിയാവൂലടേ? അത് ചിലർക്ക് ശരിയാവും,
ചിലർക്ക് ശരിയാവും. പിന്നെ സാറിന്റെ വിധി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. കരുന്നാക്കിട്ട് വളയ്ക്കാതെ പൊന്നു സഹോദര, ഒന്നാം കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ. അവനെ കല്യാണം കഴിക്കാൻ കണ്ണല്ലല്ലോ വേണ്ടത്. അനാവശ്യം പറയില്ല നീ ഒരുമാതിരി. കൈ ഉണ്ടെങ്കിലല്ലേ താലി കെട്ടാൻ പറ്റൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായിരുന്നു സാറെന്ത് വിചാരിച്ചു? ഞാൻ ഒന്നും വിചാരിച്ചില്ല. ഞാൻ അവിടെ നടന്നാണ്. കേരള പോലീസിന് നേരെ കൈവച്ച അവരെ എല്ലാത്തിനും ഞാൻ പിടിച്ച് അകത്തിടും. അകത്തിട്ട മാത്രമല്ല വേഷ ഇടിയും കൊടുക്കണം. മനസ്സിലായില്ലേ? കൊടുക്കൂടാ. ഈ ബിനു ആരാണെന്ന് അവരിന്ന് അറിയും. മനസ്സിലായില്ലേ? അങ്ങോട്ട് പോലെ അവിടെ ഓടയാണ്. ബാലൻസ് കിട്ടില്ലല്ലോ ഒരു കണ്ണില്ലാത്ത. ഇല്ല, വിഷയമാണ്, കുറെ വിഷയമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്. ഞാൻ എസ് ഐ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് വരാം. ഓ ശരി, എന്നാ അപ്പൊ ഞാൻ പോയിട്ട് വരാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അങ്ങോട്ടാണ്. നിനക്ക് എന്തൊക്കെയുണ്ട് ബാലൻസ്? എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല. ഓ ശരി, പറഞ്ഞ പോലെ. ഓ എടിയാ വന്ന് ഒരു ഡ്രസ് സെൻസ് ഇല്ല കേട്ടോ. ഇതെന്തൊരു ചെരുപ്പ് ഇതെന്താ? ജോലിയും കൂലി ഇല്ലാത്ത നിനക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടാ. അന്ന് നീ കുടിക്കാൻ വേണ്ടി അങ്ങേർക്ക് ഒരു കുപ്പി ഫുള്ള് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ 1000 രൂപ വാങ്ങിച്ചോണ്ട് പോയില്ലേ? നീ അത് വാങ്ങിച്ചു കൊടുത്താ? വാങ്ങിച്ചു കൊടുത്ത് എപ്പം? അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതാ നീ കുടിച്ചാ? ഞാൻ തന്നെ കുടിക്കണത്. ഞാൻ കുടിച്ചേക്ക് നിന്നെ കൂടെ വിളിക്കില്ലടാ. ഞാൻ സ്നേഹമുള്ള ആളാണ്, മനസ്സിലായില്ലേ? അല്ല, ഇപ്പൊ സ്നേഹം ഈ സഹോദര സ്നേഹം കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരനായിട്ടാണല്ലോ. നീ പൈസയൊക്കെ തിരിച്ച് ചോദിക്കുന്ന 1000 രൂപ അതൊക്കെ നിർത്ത്. വർത്താനം നോടിക്കണ്ട, അത് നിർത്ത്. അത് നീ വിട്. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നീ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ നടക്കാൻ നോക്കണ്ട. വൈറ്റ് ഷർട്ട്, എൻ്റെ കണക്ക് പച്ച പാൻറ്, അങ്ങനെ കിട്ടി നടക്കണം. അതന്നെ ഇവിടെ പൈസ ഞാൻ അധ്വാനിച്ചത്. അലുവ വെട്ടാൻ പോലും നിന്നെ കടയിൽ കയറ്റൂല. ആരും പറഞ്ഞ കടയിൽ കയറ്റില്ല. ഞാൻ കൊള്ള കടയിൽ പോയി കഷ്ടപ്പെട്ടിട്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. കടൽ കൊള്ളക്കാരനാണ്. വരാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ? അപ്പം തമ്പുരാനെ. ഏയ് ബോസ്, ബിഗ് ബോസ്. വിളിക്കാം സാർ. എന്നിട്ട് മൈൻഡ് ചെയ്തിരിക്കുന്നു. വാ സാറേ, എന്തേ ഒറ്റയ്ക്ക് കിടന്നൊരു കറക്കം? എന്ത് ഇതെന്തു പറ്റിയത്? നീ എന്തിനാ അറിയണേ? ചോദിക്കാ, ഒരാൾക്ക് ഒരു ആപത്ത് വരുന്ന ചോദിക്കുമല്ലോ നമ്മൾ, അല്ലേ? അത് നമ്മുടെ മര്യാദ. അത് നമ്മളെ ഔദ്യോഗിക ജീവിതത്തിൽ പലതും സംഭവിക്കും. ഔദ്യോഗിക ജീവിതത്തില് എവിടുന്നോ അടി കിട്ടിയത് നല്ലല്ലേ? അത് നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. സാർ അങ്ങനെ പറയില്ല, സ്നേഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്. നമ്മളെ ഒരു ഇത് രീതി ചോദിക്കണേ. പറ, അത് നമ്മള് എവിടെ? ഞാൻ ഇവിടെ അത് സാഹസികമായി കള്ളന്മാരെ പിടിക്കുമ്പോ പോകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കണ്ണി കുത്തിയാ പോടാ. എന്നെ എന്ത് സംഭവം? ഇതല്ല, ഇത് വേറെ. ഏതോ പെണ്ണിന്റെ അടുത്ത് എന്തോ അനാവശ്യം പറയാൻ പോയി അവള് വരെ വെച്ചിടിച്ചു കൊടുത്തത്. നിന്റെയൊക്കെ അങ്ങനത്തെ ദീർഘ ചിന്തയുണ്ടല്ലോ, അത് നിർത്ത് നീ ആദ്യം. അപ്പൊ സാറ് പറ എന്താണ് നടന്നത്? അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. സാറ് പറയൂല. പെണ്ണ് കേസാ? കണ്ണി കുത്തിയത്? പെണ്ണ് കണ്ണി കുത്തി, കയ്യിലിരിപ്പുണ്ട്. പോയിണ്ട സെൽഫി എടുക്കട്ടെ. ചുമേ എല്ലാവർക്കും നമസ്കാരം. അഗ്നി ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേമം സ്റ്റേഷനിലെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ബിനു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഏതോ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നുഴഞ്ഞു കയറുന്ന സമയത്ത് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തിനെ പഞ്ഞിക്കിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉപയോഗിക്കുന്ന കമ്പ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ രോക്ഷാകുലമായിട്ടുള്ള ഈ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് എത്രയോ എന്തൊക്കെയാണ് വേദന എന്നുള്ളത്. അദ്ദേഹം മാനസിക നില പോലും തെറ്റിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നെ തൂക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നാണ് അഗ്നി ടിവിയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി എന്റെ അടുക്കളയിൽ കയറാൻ? ഓഹോ, അതിന്റെ ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കിയ? ഇതൊക്കെ ആരെടുത്ത് ചോദിച്ചിട്ടാണ് നീ ഉണ്ടാക്കണത്? ഞാൻ ആരാണെന്ന്? ഞാനാണ് ഇതിന്റെ കോളിനാൾ, മനസ്സിലല്ലേ? ദിസ് ഈസ് മൈ ടെറിട്ടറി. ഇതിനകത്ത് ആരും കയറണത് എനിക്ക് ഇഷ്ടമല്ല. ആണോ? എന്നാലേ തന്റെ ഈ ടെറിട്ടറി ഇപ്പൊ ഞങ്ങളുടെ ടെറിട്ടറിയാ. ടെറിട്ടറിയാ? മനസ്സിലായെന്ന? കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ വേല ഒന്നും എന്റെ അടുത്ത് നടക്കൂല. മോലാളിക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് സോപ്പിടാനുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. കാരണം മോലാളിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്. ആണോ? എന്നാലേ മുതലാളിക്ക് ഞങ്ങളുടെ അടുത്തല്ല, തന്റെ അടുത്താണോ വെറുപ്പ്? എന്റെ അടുത്താ? എന്റെ അടുത്ത് അങ്ങനെയൊന്നും വെറുപ്പൊന്നുമില്ല. എന്നാലേ ഇപ്പൊ കേറി ചെന്ന് കൊടുക്കണ്ടട്ടാ, ഇടിച്ച് പഞ്ചറാക്കി കളയും മുതലാളി. വേഗം അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, വേഗം ഓടിക്കും. അല്ല, കാര്യം എന്ന് പറയാം മോലാളി എന്നെ ദേഷ്യപ്പെടാണ്ട കാര്യം.
കാര്യം എന്താന്ന് എനിക്കറിയില്ലേ? താൻ മുതലാളിനെ കൊല്ലാൻ നോക്കിയില്ലേ? എന്റെ അമ്മോ ഈ പെണ്ണ് നുണ പറയണ നോക്കി, പേരും കള്ളി കള്ളി നുണ പറയണ നോക്കി നോക്ക്. എന്റെ അടുത്ത് നോണ പറയരുത്. ഒന്നാമത്തെ കള്ളനായിരുന്നു. സത്യം നോണ പേരുണ്ട്. താൻ പറയണോ നോണ? നീ പൊടി പെരും കള്ളി ഞങ്ങൾ ആ റൂമിൽ ഓടി കയറിയപ്പോ താൻ കൊല്ലാൻ നോക്കിയില്ലടോ? ഞാൻ കൊല്ലാനൊന്നും നോക്കിയില്ല. പോകണം ഒന്ന് മാറോ താൻ സംസാരിക്കാൻ. മോളെ കഞ്ഞി റെഡിയായ? ആ മുതലാളി കൊണ്ട് കൊടു, മുതലാളി വിശന്നിരിക്കണ്. അങ്ങനെ ആർക്ക് കഞ്ഞി കൊടുക്കാൻ നോക്കണ്ട, മുതലാളിക്ക് ഞാൻ തന്നെ കഞ്ഞി കൊണ്ട് കൊടുക്കും. നീ കൊണ്ട് കൊടു മോളെ. ആ ഞാൻ കൊടുക്കും. നടക്കണ്ടടാ. എടാ പന്ന പറട്ടെ, നീ എന്റെ സ്ഥാനം അടിച്ചു മാറ്റാൻ നോക്കിയാലടാ. പക്ഷെ ദൈവം എന്റെ കൂടെ ആണടാ. അതുകൊണ്ടാണ് മുതലാളി നിന്റെ ഇടി കൊണ്ട് ബോധം കെട്ട് വീണതും അത് നമ്മൾ കണ്ടതും. പക്ഷെ ഇനി നിന്റെ കളിയൊന്നും നടക്കൂലടാ. കൂടും കൊടുക്കാൻ എല്ലായിടത്തോട്ട് വിട്ടോ വിട്ടോ. ഓഹോ, ഭീഷണിയാണോ? ആ ഭീഷണിയാണടാ. എന്നാ നമുക്ക് കാണാടാ. ഈ പോടാ ഓടാൻ നീ പോടാ. മുതലാളി എങ്ങനെയുണ്ട് മുതലാളി കഞ്ഞി? കൊള്ളാം. ചാരുമോൾ ഉണ്ടാക്കിയതാണ്. തക്ക സമയത്തിന് നമ്മളിവിടെ കണ്ടത് കാര്യമായി. ഇല്ലെങ്കിൽ എന്തരായനെ. ആ സത്യാണങ്ങളെ, ഇല്ലെങ്കിൽ എന്റെ പത്രത്തിലെ ശരമക്കോളത്തില് മുതലാളിയുടെ ഫോട്ടോ കണ്ടതിന്. ഇപ്പൊ അങ്കിളിന് മനസ്സിലായില്ലേ ഞങ്ങൾ എല്ലാരും നല്ല പിള്ളേരാന്ന്? ഛേ, നീ എന്തിനാ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മൾ അങ്കിളെ കാണിക്കാനോ വീട് തിരിച്ചു ചോദിക്കാനോ ഒന്നും അല്ലല്ലോ ചെയ്തത്. അതിനെ മുതലാളി അങ്കിളൊരു കാര്യം അറിയോ? എനിക്ക് അങ്കിളിനെ കണ്ടപ്പോ എന്റെ അപ്പൂപ്പനെ ഓർമ്മ വന്നേ. അത് മാത്രല്ല, ഞാൻ എന്റെ അപ്പൂപ്പന് കഞ്ഞി കൊടുക്കുന്ന പോലെ അങ്കിളിന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത്. എനിക്ക് സങ്കടം വന്ന അങ്കിള് ഓക്കെ ഔട്ടോ പെട്ടെന്ന്. സെയിം പിച്ചടി. എന്റെ അപ്പൂപ്പന് പിടിച്ചോണ്ട് വരുന്ന പോലെ ഞാൻ ഈ മനുഷ്യനെ പിടിച്ചോണ്ട് വന്ന് മുതലാളിന്. യെസ് ഗൈസ്, അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രാൻഡ് ബയ്ക്ക് ബെഡ് വിരിച്ചു കൊടുക്കും പോലെയാണ് ഞാൻ അങ്കിളിനും ബ്രെഡ് വിരിച്ചു തന്നത്. കണ്ടോ മുതലാളി പിള്ളേരെ കരയണത്? മുതലാളി പൈസ കൊടുത്താ ഈ സ്നേഹം കിട്ടൂല മുതലാളി, കിട്ടുവോ? ഇല്ലടേ, ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ സ്നേഹം എല്ലാം ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമിച്ചാൽ. അയ്യോ അങ്കിൾ അങ്ങനെ പറയല്ലേ. എന്റെ അപ്പൂപ്പനെ പോലെ ഞാൻ കാണുന്ന ഞങ്ങളോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ. മുതലാളി കഞ്ഞി കുടിക്കണം മുതലാളി. കൊള്ളി കൂടാണ്. നീയാടേ സാറ് വന്നാ ഇപ്പോഴാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത്. അതെ സാറേ, സാറേ മനസ്സിലായല്ലോ. ആ അത് ഞാൻ SI സാറിൻ്റെ അടുത്ത് കാര്യവിവരങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ഉടനെ തന്നെ വലിയൊരു ജീപ്പ് വിടും. എന്തിനാണെന്നറിയാമോ? ഇവരെല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ. അല്ല സാർ ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി ആയാ? തന്നെ കാര്യം പറ. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനേ. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഞാൻ വല്ലേ നിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് എല്ലാവരും അറസ്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ഈ ജയനെ. അതിന് ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനു സാറ് അറസ്റ്റ് ചെയ്യുന്നത്? പരാതി ഇല്ലേ? ഇല്ല. അതെന്തിനു പുറത്താണോ സാറേ? അത് മുതലാളി പറഞ്ഞില്ലേ പരാതി ഒന്നുമില്ലാന്ന്. പിന്നെ ഇങ്ങനെ നിർബന്ധിക്കണത്. ഒന്നാമത് മുതലാളിക്ക് വയ്യാതിരിക്കുകയാണ്. നമ്മളിപ്പോ കഞ്ഞിയെ കൊടുത്ത് ഇത് വരച്ച് ഇരുത്തിരിക്കുകയാണ്. പാവോ സാറേ, അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ കണ്ണ് സ്പ്രേ അടിച്ചെന്ന ഒരു കുറ്റം ഉണ്ടല്ലോ, അതില് ഇതുങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ ഇതിന്. വകുപ്പുണ്ട്. ഓഹോ, എന്നാ സാർ വരുമ്പോ എനിക്കും ചിലത് പറയാനുണ്ട്. എന്തോന്ന്? സാർ എന്നെ കയറിയിട്ട് പിടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ സെൽഫ് പ്രൊട്ടക്ഷൻ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചെന്ന് ഞാനും പറയും. അത് ശരിയാ, വനിതാ പോലീസിന് മാത്രമേ ഞങ്ങൾ പെണ്ണുങ്ങളെ പിടിക്കാനുള്ള അവകാശമുള്ള അറിയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യാല്ലേ സാർ? പോയി അതെ പരാതി ഇല്ല. പരാതിയില്ല, സാറ് പോണം. ശരി സാറേ. എന്തിനു ആരുടെ അങ്ങോട്ട് വാതിലെവിടെ? അപ്പോ പോയി തോല പോ. സത്യ, ആ വീട്ടിന്റെ താക്കോൽ ഈ മേശയ്ക്ക് തിടപ്പുണ്ട്. എടുത്ത് എന്റെ കൊടു. താക്കോൽ എടുത്തു കൊടുക്കാനാ? വാ, ഞാൻ കൊടുക്കൂല. നിനക്ക് ജോലി വേണോ? അതാ ഞാൻ പറയുമ്പോൾ കേൾക്കൂ. ഓ, ജോലി വേണം. താക്കോൽ എടുത്തോളാ, വീട്ടിന്റെ താക്കോല്. എപ്പ കൊടുത്തെന്ന് ചോദിച്ചാ മതി. ഇന്നാ പിടി. സന്തോഷമായല്ലേ? സന്തോഷായി. അങ്കിളെ താങ്ക് യു സോ മച്ച്.
അങ്ങനെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കും. സത്യം ഇപ്പഴാ മനുഷ്യനൊന്ന് ശ്വാസം വരെ വീണത്. എനിക്കും എനിക്കും. അയ്യോ എല്ലാവർക്കും ശ്വാസം നേരെ വിട്ടിങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റുമോ? ഓ ഒരു വികാരം ഇല്ലാത്തൊരു പെണ്ണുകൊച്ച്. എന്ത് വികാരമാ ഈ നട്ട വെയിലത്ത് നിന്നിട്ട് ഇവിടെ കയറി വരുന്നുണ്ടോ? വാ അങ്ങോട്ട്. എൻ്റെ ദൈവങ്ങളെ, ഞാനും എൻ്റെ പിള്ളേർ വീണ്ടും ഈ വീടിൻ്റെ പടി കടന്നകത്ത് കയറുകയാണേ. ഒരു പ്രശ്നമില്ലാതെ നോക്കിക്കൊള്ളണമേ ദേവി. അയൽവക്കക്കാരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണമേ ദേവി. മോളെ ചാരുമോളെ, മോളെ എന്നെ ഐശ്വര്യമാറ്റി വാതിലൊന്ന് തുറക്ക. താങ്ക് യു അമ്മാവാ. അതെന്താ നിങ്ങള് അവക്ക് മാത്രം ഐശ്വര്യം, എനിക്കും ഉണ്ട് ഐശ്വര്യം. അത് മോശാട്ടോ. ആഹാ, അങ്ങനെയാണെങ്കിൽ അമ്മാവ് ഐശ്വര്യം കൂടുതൽ എനിക്കാ. അമ്മ ഒരു കാര്യം അറിയോ, മിക്ക ദിവസം ഹോസ്പിറ്റലിൽ ഞാനായിരിക്കും തുറക്കുന്നത്. അന്നാണെങ്കിൽ പേഷ്യൻസിന്റെ ഒരു ബഹളമായിരിക്കും. അത്രയ്ക്ക് ഐശ്വര്യം എനിക്ക്, സത്യം. അതെ, നിങ്ങളേക്ക് പറഞ്ഞ സാധനം എനിക്കും ഉണ്ട്. നിങ്ങൾ ചുമ്മാ ടോക്സിക് ആവാതെ ആരെങ്കിലും ആ ഡോർ അകത്ത് കയറ്. അതെ, നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആരും കാര്യം പറ, പിന്നല്ലേ കേൾക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുമെന്ന്. ആ, ഞാനിപ്പോ പ്രാർത്ഥിച്ചത് കേട്ടല്ല? കേട്ടു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഈ വീട്ടിലായിട്ട് വന്ന് കയറിയത്. ഇനി ഇവിടെ കിടന്ന് അടിയും പിടിയൊന്നും ഉണ്ടാക്കരുത്. എന്നാ അങ്ങോട്ട് നോക്ക്, മുതലാളി കണ്ട? മുതലാളി എല്ലാം ക്യാമറ വഴി കണ്ടോണ്ടിരിക്കുകയാണ്. ചിരി. മുതലാളി വേറെ കുഴപ്പമൊന്നുമില്ല മുതലാളി. ഇനിയേ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വരണ്ട. അമ്മാൻ തന്നെ തുറക്കട്ടെ. ഇങ്ങോട്ട് ഞാൻ തന്നെ തുറക്കാം. ഞാൻ തന്നെ വലത് കാല് വെച്ച് കയറാം. അതാവുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലും ഇവിടെ വെള്ളം അങ്ങനെ വന്നത്? എടി ചിലപ്പോ ഇതിനകത്ത് മഴ പെയ്തതായിരിക്കും, അല്ലെങ്കിൽ വല്ല എലി അങ്ങനെ മുള്ളി വെച്ചതായിരിക്കും. അയ്യേ, എന്തായാലും അമ്മാവൻ തന്നെ ആദ്യം തുറന്നത് നന്നായി. അത് തന്നെ മോളെ, എന്തോ ഇതുപോലെ കേടുണ്ടായിരുന്നു. അത് ഇതിലൂടെ അങ്ങ് പോട്ടെ. പോയി നിങ്ങളൊക്കെ മനസ്സമാനത്തോടി ഞങ്ങൾ റൂമുകളിൽ പോയി. ചാരു, ഇങ്ങോട്ട് നോക്ക്. എന്താണ്? നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയത്. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? യൂണിറ്റി സ്ട്രെങ്ത് എന്നല്ലേ? യെസ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ശരി. എന്നിട്ട് വന്നേ, നീ എന്റെ മാത്രം ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടല്ലോ. അവൾ എന്റെ എനിമി. അവളുമായിട്ട് കൂടുതൽ ഒട്ടാൻ നോക്കിയാലുണ്ടല്ലോ ചാരു, എന്റെ സ്വഭാവം മാറും. ചാരു മോളെ, അവളെന്തോന്ന് പറഞ്ഞിട്ട് പോയത്? അതൊന്നുമില്ല മാവ, വീട് തിരിച്ചു കിട്ടിയില്ല, അപ്പൊ അതിന്റെ സന്തോഷം കാണിച്ചതാ. എങ്ങനെയുണ്ട് ഇപ്പൊ കാലൊക്കെ? കാലെങ്ങനെയുണ്ട്? ഞാൻ ചൂട് പിടിച്ചേരാട്ട. അതല്ല, എന്തുവാണ് ഇതെന്ത്? നോട്ടെ. ലെറ്ററാ? ഒന്ന് വായരു മോളെ. എന്തോ